ഇക്ക അങ്ങനെ താഴാതിരിക്കാനായിട്ട് ഇക്കയുടെ ജേർണി നോക്കിക്കഴിഞ്ഞാൽ ആ താഴ്ചയിൽ നിന്നും മേളിലേക്കാണ് ഗ്രാഫ് എന്നും വന്ന് നിൽക്കുന്നത്. ഒരിക്കലും അത് താഴത്തേക്ക് പോവാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇക്ക എപ്പോഴും ബോധത്തോടെയും മറ്റുള്ളവരുടെ ഇപ്പം ഇക്ക പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ആ യാത്ര കണ്ടിട്ട് ആ മിസ്റ്റേക്കുകൾ തൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇക്ക ഒരിക്കലും എൻ്റെ ഒരു യാത്ര താഴത്തേക്ക് പോവാതിരിക്കാനായിട്ട് മുറുകെ പിടിക്കുന്ന തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഇന്നും ഇക്കയുടെ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം വരാണ്ട് മനുഷ്യന്. മനുഷ്യൻ ചെയ്ത എന്താ പറയുക, പ്രവൃത്തിയുടെ സംഭവമാണോ എന്നോ അല്ലെങ്കിൽ വേറെന്തോ എന്നറിയില്ല, അല്ലെങ്കിൽ മുൻകാലത്തെ സംഭവം എന്നറിയില്ല. ഒരു ലെഫ്റ്റ് പോണത് റൈറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുണ്ടിലായിരിക്കും. എത്രയോ ബിൽഡിങ്ങുകൾ ആൾക്കാർ കേരളത്തിൽ നിങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്, പൂർത്തിയാക്കാൻ പറ്റാത്ത. എത്രയോ ആയിരക്കണക്കിന് ലാൻഡുകളിലെ ആൾക്കാരുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ചില ഫോണുകളൊക്കെ നമുക്ക് വരുമ്പോൾ അവരെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും, പക്ഷെ അവർക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ രമ്യ പറഞ്ഞത് നമ്മൾ കുതിച്ചുയരുക തന്നെയാണ്, പക്ഷേ എപ്പോഴും എന്തും ബന്ധങ്ങൾ നഷ്ടപ്പെടാം. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ബന്ധമുള്ള ആൾക്കാർ അന്ന് തെറ്റാം, വാക്കുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡീലുണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് പുതിയ ജനറേഷൻ നോക്കിക്കാണണം.